ഇതുണ്ട് നമ്മളെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തതാണ്. ലിയോ ബാ പോവാം നമുക്ക്. ഇവിടെയൊക്കെ ഗേറ്റ് അടച്ച്, ഗേറ്റല്ല വഴി തന്നെ അടച്ചിട്ടുണ്ട്. റോഡില്ല ഇപ്പോൾ ഇവിടെ. റോഡ് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ നിലമ്പൂരിൽ നിന്ന് കാളിയായിക്കും പൂക്കമടത്തേക്കൊക്കെ പോണ വഴിയാണ്. ഇതുണ്ട് അല്ലേ അടിപ്പാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് റോഡ് കുഴിയാക്കിയിട്ടിരിക്കുകയാണ്. ബാ 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 പോര് ബാടി. അത് പൂമ്പാറ്റയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ട്രെയിനുകളൊന്നും ഇല്ല പോകാൻ. ബാ പോര് പോന്നേ. ഇതിപ്പോൾ അടച്ചിട്ട് ഏകദേശം 2-3 മാസമായിട്ടോ. 2 മാസത്തിന് മേലെ ഇത്. ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. ഇതാണ് അടിപ്പാത നിർമ്മാണം. ലലിയ അടിപ്പാത അല്ലേ. ഇത് കൂടെ വരിക. ഇത് കൂടെ നേരെ വന്നിട്ട് ഈ ഭാഗത്ത് കൂടെ അങ്ങനെയാണ് കയറിപ്പോവും. ബാ പോര് നടക്ക് ബാ ഓടണ്ട അല്ലേ. ഇവിടേക്ക് ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് ഇത് ഇറങ്ങാൻ പോണത്. അതായത് ഭയങ്കരമായിട്ട് ഒരുപാട് താഴ്ത്തിയിട്ടോ. അത്രയും താഴ്ചതിന് ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ നിലമ്പൂരുള്ളവർക്ക് ശരിക്കും മനസ്സിലാവും ഇതിൻ്റെ താഴ്ച എത്രത്തോളം ഉണ്ടായിരുന്നു. ഈ ഒരു ആ കാണുന്ന മണ്ണെടുത്ത് അത്രയും ഭാഗത്തോളം കുഴിയാക്കിയിട്ടുണ്ട്. ഇല്ലയോ പോവാം. ആകെ കൂടെ പോയാൽ താഴത്തേക്ക് വീട്ടേച്ച് വാ പോര് ഇങ്ങോട്ട് പോര്. പതുക്കെ ഓടല്ലേ ഓടല്ലേ. ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്നേ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. എങ്ങോട്ട് ഓടുന്നു? എൻ്റെ ഒപ്പം പോയത് വാ. എൻ്റെ ഒപ്പം നടന്നാൽ ചേച്ചി. ഇങ്ങോട്ട് നോക്ക് ഇവിടെ വാ. നമ്മൾ അടിപ്പാത കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ആയിട്ടത്. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വരും നോക്കില്ലയോ. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സമയത്ത്. നമ്മൾ കുറച്ചും കൂടി അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു. ലെഡി ബാ ഇവിടെ വന്നേ. ഇതിപ്പോൾ എൻജിൻ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. എൻജിൻ അല്ലല്ല എല്ലാം ഉണ്ട്. ബോഗി ഉണ്ട് തോന്നുന്നുണ്ട്. എൻജിനും ബോഗിയൊക്കെ ഉണ്ട്. ഈ സമയത്തേ സമയം 11 മണിയാണ്. 11 മണിക്കുള്ള ട്രെയിനാണിത്. നിലമ്പൂർ ഇവിടെയാണ് ഇത് റെയിൽവേ അവസാനിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വണ്ടിയില്ല. ഷൊർണൂർ നിലമ്പൂർ പാതയാണിത്. ഇതൊരുപാട് കാലങ്ങളായിട്ട് ഈ ഭാഗത്ത് നമ്മുടെ 7 ട്രെയിനുണ്ട് മൊത്തം. അപ്പോൾ ഈ വണ്ടി എൻജിൻ തിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിവിടെ ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമെന്നോണമാണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത്. അടിപ്പാത വരുന്നതോടുകൂടി നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. പക്ഷേ എന്തായാലും ഒരു 6-7 മാസത്തോളം തന്നെയായിരിക്കും അവസ്ഥ. ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ നമ്മൾ കുറച്ച് പാട് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ റെയിൽവേനെ പറ്റിയുള്ള കാഴ്ചകൾ. ഇല്ലേ ലിയോ പോവാം പോലെ. ട്രെയിൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ലാസ്റ്റ് പോകിയാണ് പോകണം. കഴിഞ്ഞിട്ടോ. താങ്ക് യു.